അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമ്മുടെ നത്തോലി. ഇതിന് പല സ്ഥലത്തും പല പേര്, ചെറിയ മീനല്ല. അപ്പോൾ ഇത് നമ്മൾ നല്ല എന്താ പറയുന്നത് പീര പറ്റിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ കഴുകി എല്ലാം വൃത്തിയാക്കി റെഡിയാക്കി വെച്ചാണ്. ഏകദേശം ഒരു 100-150 ഗ്രാം അത്രേ ഉള്ളൂ. നമുക്ക് അധികം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇതിന് ചേർക്കേണ്ട മറ്റ് സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്, അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഇഞ്ചി, നമ്മുടെ പച്ചമുളക്, തേങ്ങ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഞെരടി എടുക്കാവേ. നമ്മൾ തേങ്ങ ഉണ്ടല്ലോ അരയ്ക്കുന്നൊന്നുമില്ല. ഇതിൽ തന്നെ ഇതുണ്ടല്ലോ വളരെ വേഗം വെക്കാൻ പറ്റുന്ന ഒരു മീനിന്റെ റെസിപ്പിയാണ്. അപ്പൊ ഇതിൽ വേണമെങ്കിൽ വെളുത്തുള്ളിയും കൂടെ ചേർക്കാം, വെളുത്തുള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് നമ്മൾ കൈവച്ച് തന്നെ ഒന്ന് ആദ്യം ഒന്ന് എല്ലാം ഒന്ന് ചേർക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ മുളക് പൊടിയേക്കാട്ടിലും കൂടുതൽ നമ്മൾ പച്ചമുളകിന്റെ എരിയാണ് നമുക്കിതിൽ വേണ്ടത്. പച്ചമുളകിന്റെ എരി ആയിരിക്കണം. പിന്നെ ഒരു കളറിന് വേണമെങ്കിൽ ഒരു നുള്ള് മാത്രം ഒന്ന് ചേർക്കാം, കാശ്മീരി പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ സാധാ മുളക് പൊടിയോ. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുക. ഇനി അതുകൊണ്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കൊരു സ്വല്പം മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് മാത്രം മതി, കാരണം നമ്മൾ 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതിന് അതിന്റെ പകുതി ഇട്ടാൽ മതി. ഇത് നമ്മുടെ സാധാരണ മുളക് പൊടി കേട്ടോ, അതുകൊണ്ടാണ് കുറച്ചിട്ടത്. കാശ്മീരി പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇച്ചിരി കൂടിയാലും നമുക്ക് എരി അധികം വരത്തില്ല, അതിന് നല്ല കളറും കിട്ടും. അപ്പൊ ഇനി നമ്മൾ പുളിക്ക് ആവശ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ കുടംപുളിയാണ്. അപ്പൊ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് നമ്മൾ എന്താ പറയുന്നത് അത് നല്ല കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വെള്ളത്തോടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാവേ. വെള്ളം അധികം വേണ്ട, കാരണം നമ്മളിത് പറ്റിച്ചെടുക്കുന്നുണ്ട്. അതിന് പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളി മാത്രം ചേർത്ത് കൊടുക്കാവേ. നമ്മളിപ്പോ 3 കഷ്ണം എടുത്തു, പക്ഷെ നമ്മളിപ്പോ 2 കഷ്ണം ഇടുന്നുള്ളൂ. ഇനി നല്ല പുളിയുള്ളത്. ഇനി ഉപ്പ് കൂടെ എടുത്തേട്ടോ. അതായത് നമ്മുടെ ഈ കുടംപുളിയുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മുടെ പഴയ അമ്മമാരൊക്കെ പറയുന്നത് 100 കൂടുതലെന്നൊക്കെ പറയും. അപ്പൊ അതുപോലെ ഇത് ഇച്ചിരി ആ 100 കൂടിയൊരു സാധനം. അതുകൊണ്ട് നമ്മൾ 2 പീസ് നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മതിയാവത്തില്ലേ? പുളിയുള്ളതുകൊണ്ട് നമുക്ക് പുളി, തേങ്ങ, മീന് എല്ലാത്തിനും ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തുള്ളത്. ഇനി 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാവേ. നമ്മൾ ഇതിനകത്ത് നമ്മുടെ തേങ്ങ ഇടുന്നുണ്ട്, എന്നാൽ പോലും നമുക്ക് ആ ഒരു നാടൻ ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിട്ട് ഒരു തേങ്ങയില് നമ്മൾ സാധാരണ മീൻകറി വെക്കുമ്പോൾ തേങ്ങ അരച്ചല്ലേ, നമ്മൾ തേങ്ങ അരയ്ക്കാതെ ഇത് നമ്മുടെ ഒരു വെറൈറ്റി സാധനമാണ്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ അത് മസ്റ്റാണ് സാധനം. കുക്കിംഗ് ഓയിൽ ഒഴിച്ചാൽ ഈ ഒരു ടേസ്റ്റ് ആയിട്ടില്ല. എല്ലാം കൂടെ ഇതുണ്ടല്ലോ, നമ്മൾ അത് ഇളക്കുന്ന പരിപാടിയില്ല. ഇത് ഇളക്കി കഴിഞ്ഞാൽ ഒന്നാമത് ഇത് ചെറിയ മീനാണ്, അതിൻ്റെ കൂടെ ഇളക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒന്ന് ചെയ്യാം. സ്റ്റൗ കത്തിക്ക്. ചെറിയ തീയിൽ മതി. നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ. 5 മിനിറ്റ് മതിയാവും. അപ്പോൾ അതവിടെ അടഞ്ഞിരിക്കട്ടെ. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത്, അല്ല ഷെയ്ക്ക് അല്ല, എന്താ പറയുന്നത്, ഇതിപ്പം കറി ആയതുകൊണ്ട് കറി അല്ലാത്തതുകൊണ്ട് ഷെയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് ഇളക്കി ഇട്ടിട്ട് നമുക്ക് പൊടിയാതെ തന്നെ ഇടണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പതിയെ തിരിച്ചിടണം. ഇപ്പം തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി സംഭവം റെഡി ആയിട്ടുണ്ട്. അടിക്ക് പിടിച്ചിട്ടുണ്ടോ എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എന്നിട്ട് നമുക്കിത് തുറന്നു വെച്ചിട്ട് ഇനി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഇതൊന്നുണ്ടല്ലോ, നമുക്കൊന്ന് മറിച്ചിടണം. മറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടി മറിച്ചിടുകയല്ല, മറ്റേ കറിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ റെഡിയാക്കാം. നമ്മൾ ഈ തടിയുടെ ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. ദോശയൊക്കെ തിരിക്കുന്നവര് ജസ്റ്റ് ഒന്ന് തിരിച്ചിടുക. ഇപ്പൊ അടിക്കൊന്നും പിടിച്ചിട്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. പൊടിഞ്ഞു, ഒരു മീൻ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് തിരിച്ചിട്ടു. അപ്പം നമ്മുടെ കറി ഇത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചെറിയ മീനുകൾ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. മത്തി വേണേലും പറ്റിക്കാം കേട്ടോ. ചെറിയ മത്തി, വലിയ മത്തിയല്ല, ചെറിയ മത്തി ഇതുപോലെ ചെയ്ത് കഴിഞ്ഞോ അന്യ ടേസ്റ്റ് ആണ്. ഇപ്പൊ ഉണ്ടല്ലോ അത് നമ്മുടെ അടപ്പ് അങ്ങോട്ട് തുറന്നപ്പോ ആ വരുന്ന ഒരു മണം, അത് അടഞ്ഞിരുന്നപ്പോ തന്നെ ഉണ്ടല്ലോ നല്ല മണമായിരുന്നു. അത് നല്ല സൂപ്പർ മണം. നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല, ചെയ്യാൻ അധികം പണിയില്ല. മീൻ മറ്റേ ക്ലീൻ ചെയ്ത് വെട്ടിയെടുക്കുന്ന ഒരു താമസം മാത്രം. അപ്പൊ ഇനി ഇതൊന്ന് തുറന്ന് ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. നമുക്ക് ചില ആൾക്കാര് ഇത് നല്ലതായിട്ടൊക്കെ പറ്റിച്ചെടുക്കും, പക്ഷെ ചിലര് ചെറിയൊരു സ്വല്പം അതിന്റെ ഒരു ചാറ്. അപ്പൊ ഏത് രീതിയിൽ വേണേലും സ്വല്പം ഗ്രേവി ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ഏത് രീതിയിലാണെങ്കിലും സൂപ്പർ സാധനമാണ്. ഇതുപോലെ ഈ ചെറിയ മീനാകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ബന്ധം കിട്ടും. പെട്ടെന്ന് ഒരു മീൻ കൂട്ടാൻ റെഡി. അത്രേ ഉള്ളൂ. കാര്യം നമ്മള് സാധാരണ മീൻകറിയൊക്കെ തേങ്ങ അരച്ചൊക്കെ വെക്കുന്ന പറയുമ്പോഴത്തേക്ക് നമ്മള് ഇത് നമ്മള് തേങ്ങ അങ്ങോട്ട് നമ്മള് ചിരകി അതിനകത്ത് കൈവച്ച് അങ്ങോട്ട് തിരുമി അടുത്ത് നമ്മുടെ, അതായത് നമ്മുടെ ഇതിനൊക്കെ പറയുന്നത് നമ്മുടെ മുത്തശ്ശിക്കൂട്ടനാണ്. നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് പെട്ടെന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിന് ഒരുപാട് കഥകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ അമ്മമാരൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഈ എന്താ പറയുന്ന അവര് രാത്രിയിലൊക്കെ പോയി മീനൊക്കെ പിടിച്ചോണ്ട് വന്നിട്ട് 1 മണി 2 മണി സമയത്തൊക്കെ വന്ന് ആ നേരത്ത് കറിയൊക്കെ വെച്ച് കഴിക്കുന്ന ആ ഒരു കാലഘട്ടമൊക്കെ അവര് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി മീൻ പിടിക്കാൻ പോകും വള്ളത്തേല്. നമ്മുടെയൊക്കെ അമ്മമ്മയൊക്കെ പറഞ്ഞു കേട്ടുള്ള കഥ കേട്ടോ. അങ്ങനെ മീൻ പിടിച്ചോണ്ട് വന്നിട്ട് അത് അപ്പം തന്നെ കറി വെച്ച് കഴിക്കണം, കരിമീൻ അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കുന്ന കുറേ റെസിപ്പികളൊക്കെ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അതൊക്കെ അന്യായ ടേസ്റ്റ് ആണ്. നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ, അവർ പറഞ്ഞു കേട്ടിട്ടുള്ള കഥ. അപ്പം അതുപോലെ നമുക്കൊക്കെ ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ നമുക്ക് തിരിച്ചു പോകണം, എന്നാലേ നമുക്ക് പറ്റത്തുള്ളൂ. എന്തായാലും ഇത് അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറി റെഡിയായി. ഇപ്പൊ വേണമെങ്കിലും ടേസ്റ്റ് ചെയ്യാം, കാരണം ഇതെല്ലാം വെന്തിരിക്കുകയാണ്. ഉപ്പൊക്കെ നോക്കിയാൽ അല്ലേ, ചെറിയൊരു പീസ് നന്നായിട്ട് വെന്തതാണ്, എല്ലാം വെന്തിരിക്കുകയാണ്. ഇനി ജസ്റ്റ് ആ വെള്ളം എത്ര പറ്റണമെന്ന് അനുസരിച്ചിട്ട് കൂടുതൽ നേരമോ കുറച്ച് നേരമോ വെക്കുക. അത് കഴിഞ്ഞിട്ട് അടിപൊളി എല്ലാം റെഡി ആയിട്ടുണ്ട് സംഭവം, സെറ്റായി. അപ്പം ഇതുപോലെ ഈ നത്തോലി അല്ലെങ്കിൽ നമ്മുടെ ചെറിയ മീൻ, ചെറിയ ഏത് മീനാണെന്നുള്ളത് വലിയ മുള്ളിന് കട്ടിയൊന്നും ഇല്ലാത്ത സാധനം അതാണെങ്കിൽ ഉണ്ടോ നമുക്ക് മുഴുവനായിട്ട് കഴിക്കും. ഇതിന് ഞുള്ളി പറിക്കൊന്നും വേണ്ട. അപ്പൊ അതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, സംഭവം കിടുക്കൻ ടേസ്റ്റ് ആണ്. അപ്പം എല്ലാരും ചെയ്ത് നോക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരും നമ്മൾ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഒന്ന് ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയുക, കമന്റ് ചെയ്താൽ മതി, നമുക്കിപ്പോൾ മനസ്സിലാവത്തെ. അതെ, സംഭവമൊക്കെ ചെയ്ത് നോക്കി അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് മുമ്പോട്ട് പോവാം. അപ്പം അടുത്തൊരു നല്ല വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും ബൈ. കയ്യലിച്ചിരി തേങ്ങ നക്കിയാൽ മതി, കുഴപ്പമില്ല, നമ്മുടെ മീനിന്റെ തേങ്ങയല്ലേ. അപ്പം എല്ലാവർക്കും ബൈ, നാളെ കാണാം. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.